എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. 6-ാം ദിവസമാണ് ദൈവത്തിന് കയ്യബദ്ധം പറ്റിയത്. പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിശക്കാതെ കൊല്ലുകയും ചെയ്യുന്ന ഇരുകാലിയെ സൃഷ്ടിച്ച്, അതാണ് മനുഷ്യൻ. ഇങ്ങനെ പോകുന്നു സച്ചിദാനന്ദൻ്റെ ഒരു കവിത. അതിനുശേഷം ദൈവം ഒരിക്കലും വിശ്രമിച്ചിട്ടില്ലത്രേ. കൊടിയ അസുരതകൾ കണ്ട് മനം നുറുങ്ങിയുമൊക്കെ വർത്തമാനകാലത്തെ ഭംഗിയായി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സങ്കടമായിരിക്കാം അത്. എന്നിട്ടും മാറി നിന്ന് നോക്കുമ്പോൾ തോന്നുന്നു, മനുഷ്യൻ ഇന്നോളം മനോഹരമായൊരു വാക്ക് വേറെ എന്തുണ്ട്? അതാണ് മനുഷ്യൻ. 1988 ജൂലൈ 8-ാം തീയതി പെരുമൺ ദുരന്ത സംഭവം. 105ഓളം പേർ കൊല്ലപ്പെട്ടു. 200ഓളം പേർ അപകടത്തിൽ നിത്യരോഗികളായി മാറി. ചിലർ വികലാംഗരായി മാറി. അന്ന് ഒരു കടലോര മത്സ്യത്തൊഴിലാളി ഗ്രാമം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട രീതി നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. തങ്ങളുടെ ജീവനെ പോലും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പിറ്റേന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന് തലക്കെട്ടിതായിരുന്നു, മനുഷ്യൻ എത്ര മനോഹരമായ പദം. ഒന്നോർത്താൽ മനുഷ്യനോളം മനോഹരമായ പദമൊന്നും വേറെയില്ല. മനുഷ്യരോടുള്ള വാഴ്ത്തനാണ് വേദപുസ്തകം. അതാരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ 2 തരത്തിൽ കാണാൻ പഠിപ്പിച്ചുകൊണ്ടാണ്. ഒന്ന്, മനുഷ്യനാണ് ആ പുരാതന ക്ഷേത്രമെന്ന ഓർമ്മപ്പെടുത്തൽ. പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പൗലോസ്ലീഹായുടെ വേദശാസ്ത്ര ആത്മീയ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവന് നാസാരന്തരങ്ങൾ സൃഷ്ടിച്ചു. ശ്വാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സാന്നിധ്യം എന്നല്ലേ? എപ്പോഴാണ് ഒരാളുടെ ശ്വാസം മറ്റൊരാളുടെ നാസികയിൽ തട്ടുന്നത്? അഗാധമായ ചുംബനത്തിൽ. അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ആ മൺകൂടാരത്തെ ദൈവം ചുംബിച്ചപ്പോഴാണ്, ദൈവം ചുംബിച്ച ആ നാള് തൊട്ടാണ് മനുഷ്യൻ എന്ന ആ പുരാതന ക്ഷേത്രമുണ്ടായത്. അതേ, മനുഷ്യൻ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ്. മനുഷ്യൻ പുരാതനമായ ദൈവത്തിൻ്റെ ആലയമാണ്. ആ ഒരു വിചാരം മാത്രം മതി ഒരുപക്ഷെ ഒരാൾക്ക് ഭംഗിയായി ജീവിക്കാൻ. കുലീനമായ ഈ വാഴ്വിലൂടെ നടന്നു പോവുകയാണ് നാം. ദൈവത്തിൻ്റെ ക്ഷേത്രം, ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആവാസം, നടക്കുന്ന ഇരിപ്പിടം. പിന്നീട് പൗലോസ്ലീഹ ആ വാക്ക് വളരെ ശ്രേഷ്ഠമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യനെക്കുറിച്ചുള്ള 2ാമത്തെ പരാമർശം, മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതാണ്. 2 പ്രത്യേക പദങ്ങൾ സൂചകങ്ങളായിട്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ലൈക്ക്നെസ് ആൻഡ് ഇമേജ്, ഛായയും സാദൃശ്യവും. എന്നാൽ ആ ഭാഷയെ, കർത്താവിൻ്റെ ഭാഷയെ പഠിക്കുന്നവർ പറയുന്നു, ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ള രീതിയിലാണ് ഇത് പറയുന്നതെന്നാണ്. ഒന്നുകൂടി കൃത്യമായി അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുവാൻ, ബലം നൽകുവാൻ, ഒന്നുകൂടി ഗാംഭീര്യം നൽകുവാനുള്ള ഒരു ഭാഷാ ശൈലിയുടെ ഭാഗമാണ് ഈ ഛായയും സാദൃശ്യവും. ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ടു പോകുന്ന മനുഷ്യ, നീ ഓർക്കണം, ഞാൻ ഉടയവൻ്റെ ഛായയാണ്, ഉടയവൻ്റെ സാദൃശ്യമാണ്. പിന്നെ എങ്ങനെ പാപത്തിൽ വീണു പോകുവാൻ തക്കവണ്ണം കഴിയും? അന്ധകാരത്തിൽ കുപ്പുകുത്തുവാൻ കഴിയും? ലോകമോദങ്ങളിൽ അഭിരമിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? നമുക്കൊരു മടങ്ങിവരവ് അനിവാര്യമാണ്. ആദിമ ചൈതന്യത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് വളരെ അനിവാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.